അടുത്തതായി പറയുന്നത് എങ്ങനെയാണ് സോഷ്യോളജി ഇന്ത്യയിൽ എത്തിയതെന്നാണ്. അതായത് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും സോഷ്യോളജി വരുന്നത്. ഒന്ന് കൊളോണിയലിസം, പിന്നൊന്ന് ക്യാപിറ്റലൈസേഷൻ, പിന്നൊന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ കൊളോണിയലൈസേഷൻ നിങ്ങൾക്കറിയാം, ഇന്ത്യയെ കോളനൈസ് ചെയ്തിരുന്നു ബ്രിട്ടീഷുകാർ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, സമൂഹത്തിലെ വ്യവസായവൽക്കരണം ഉണ്ടായി. അപ്പോൾ ഇന്ത്യ ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. എന്തിനുള്ള? അതായത് കോട്ടണിൻ്റെയും കരിമ്പിൻ്റെയും, അതായത് ഷുഗർ ഫാക്ടറി ഒക്കെ ആയിരുന്നു ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് കോട്ടൺ കൃഷിയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ സംസ്കാരം പഠിക്കാനും ഇന്ത്യയുടെ കാര്യങ്ങൾ അറിയാനും വേണ്ടി അവിടുത്തെ കൊളോണിയൽ ഒഫീഷ്യൽസും വെസ്റ്റേൺ സ്കോളേഴ്സ് ഓൺ സോഷ്യോളജി, അതായത് സോഷ്യോളജിയിലെ വലിയ വലിയ സോഷ്യോളജിസ്റ്റുകളും ഇതിനെക്കുറിച്ച് കാര്യമായി പഠിക്കുന്ന ഒഫീഷ്യൽസും ഇന്ത്യയിലേക്ക് എത്തുകയുണ്ടായി. എന്നിട്ട് അവർ ഇന്ത്യൻ സമൂഹത്തെ പറഞ്ഞത് ഇന്ത്യൻ വില്ലേജസ് അൺചേഞ്ചിങ് എന്നാണ്. അതായത് ഇന്ത്യ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകുന്ന ഒരു രാജ്യമല്ല. അവിടുത്തെ വില്ലേജുകൾ ഇന്നും പഴയ രീതികൾ തന്നെ ഫോളോ ചെയ്യാണ്. അവരൊരിക്കലും തന്നെ മാറുകയില്ല എന്നുള്ള കാര്യം അവിടുത്തെ ആൾക്കാർ ഇന്ത്യയെക്കുറിച്ച് പ്രചരിപ്പിച്ചു. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ഈസ് ഡിഫറെൻറ്റ്, ദേ ആർ നോട്ട് കൾച്ചേർഡ്, ദേ ആർ അൺചേഞ്ചിങ് പീപ്പിൾ എന്ന് ഈ വെസ്റ്റേണിൽ നിന്ന് വന്ന സ്കോളേഴ്സ് വിധി എഴുതി അവർ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ കാര്യങ്ങളെ തിരുത്താൻ വേണ്ടിയാണ് സോഷ്യോളജി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ എന്താണെന്ന്? അതായത് വെസ്റ്റേണിൽ നിന്നും വന്ന സ്കോളേഴ്സ് നമ്മുടെ രാജ്യത്തെ വളരെ മോശമായി മറ്റു രാജ്യങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ചു. എങ്ങനെയാണ്? നമ്മുടെ വില്ലേജസ് അൺചേഞ്ചിങ് ആണ്, നമ്മൾ അൺകൾച്ചേർഡ് ആണ്, നമ്മുടെ സൊസൈറ്റിയും സിസ്റ്റങ്ങളും ഒക്കെ തെറ്റാണെന്നുള്ള രീതിയിലായിരുന്നു അവർ വിധി എഴുതിയത്. അപ്പോൾ നമ്മുടെ അങ്ങനെ ഇന്ത്യയിൽ സോഷ്യോളജി വരികയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്രീനിവാസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, ഇൻ ഇന്ത്യ കൾച്ചർ ആൻഡ് സൊസൈറ്റി സച്ച് ആസ് ഇന്ത്യാസ് ദ അതർ ക്യാൻ ബി എൻകൗണ്ടർഡ് ലിറ്ററലി നെക്സ്റ്റ് ഡോർ. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും എന്നുള്ള 2 വിഷയങ്ങൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അല്ലാണ്ട് ഇതിനൊരു വ്യത്യാസമായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മുടെ ഡൈവേഴ്സിറ്റി, നമ്മുടെ വൈവിധ്യം തന്നെയാണ് ഇതിന്റെ കാരണം. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞാണെന്നാണ് പറയുന്നത്.